അങ്ങ് എന്നോട് ക്ഷമിക്കുക. ഇന്നലെ രാത്രി അങ്ങയുടെ മുന്നിൽ വെച്ച് ആ ശരീരം എനിക്ക് ഭക്ഷിക്കേണ്ടി വന്നു. ഞാൻ കാരണം ആ നീചമായ പ്രവൃത്തി അങ്ങയ്ക്ക് കാണേണ്ടിയും വന്നു. അങ്ങ് എന്നോട് ക്ഷമിക്കുക. ഇത് കേട്ട മൂക്കോ ഒരു നിമിഷത്തേക്ക് നിശ്ചലനായി പോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ മൂക്കോ അവിടെ തന്നെ നിന്നു. ആ വൃദ്ധൻ തന്റെ കഥ മൂക്കോയോട് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഇതേ ഗ്രാമത്തിലെ ഒരു പൂജാരിയായിരുന്നു. ഗ്രാമത്തിൽ മറ്റു പൂജാരിമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രാമത്തിലെ എല്ലാ റിച്വൽസും താൻ തന്നെയായിരുന്നു ചെയ്തു വന്നിരുന്നത്. എന്നാൽ പതിയെ പതിയെ തന്റെ ഉള്ളിൽ ദുരാഗ്രഹം ഉണ്ടാവുകയും കർമ്മങ്ങളും പൂജകളുമെല്ലാം പണത്തിനും സമ്മാനത്തിനും വേണ്ടി മാത്രം താൻ ചെയ്യാനും തുടങ്ങിയിരുന്നു. പിന്നീട് പണവും സമ്മാനവും ഒന്നും നൽകാത്തവരുടെ കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യാതെയായി. പണം നൽകിയില്ലെങ്കിൽ മരണമടഞ്ഞ ശരീരത്തിന് വേണ്ട കർമ്മങ്ങളും ക്രിയകളും ചെയ്യാൻ ഞാൻ വിസമ്മതിച്ചിരുന്നു. എൻ്റെ ഈ ദുഷ്കർമ്മങ്ങളെല്ലാം കാരണം ഞാൻ മരണമടഞ്ഞ ശേഷം ശാപം നൽകി ജിഗിനിൻകിയായി വീണ്ടും ഞാൻ ഇതേ സ്ഥലത്ത് ജന്മമെടുത്തു. ഇന്ന് വർഷങ്ങളായി ഈ ശാപം ഞാൻ